പോർക്കും കൂർക്കയും മാരക കോമ്പിനേഷൻ. ഒരു തവണ നമ്മളൊന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റുള്ളൊരു സാധനം. ഇതാണ് നമ്മുടെ പോർക്കും കൂർക്കയും. ചെറിയ തീയിൽ ഇരുമ്പ് ചട്ടിയിൽ നന്നായി സ്ലോ കുക്ക് ചെയ്ത് വരട്ടിയെടുത്ത ഐറ്റം. ആരുടെ വായിലും കപ്പലോടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒന്നാം തരം പോർക്കും കൂർക്കയും നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കിലോ കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പോർക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്ക് എല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പോർക്ക് കഴുകുമ്പം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ. അപ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും. പോർക്കായാലും ചിക്കനായാലും അങ്ങനെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്ത പേസ്റ്റാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചിട്ട് ഒരു 6 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ കുക്കറിൽ കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് ഒരു 6 വിസിൽ നന്നായിട്ട് വേവണം. പിന്നെ നമ്മൾ ചിക്കനായാലും പോർക്കായാലും നന്നായിട്ട് വേവിക്കണം. നല്ലോണം വേവിച്ചിട്ട് വേണം അത് കറി വെക്കാൻ. അപ്പോൾ നമുക്കൊരു 6 വിസിൽ ഇത് വേവിച്ചെടുക്കാം. പോർക്ക് നമ്മൾ 6 വിസിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ കട്ടിയുള്ള എന്ത് പാത്രം നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനത് അരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞ് കഴുകി എടുത്തതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ചെടുത്തിയാണ്. ഇത്രത്തോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലതാണ്. ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഏകദേശം ഒരു 2 വെളുത്തുള്ളിയും 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഞാനൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂർക്ക നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ആ കൂർക്കയും സവാളയൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ മസാലയാണ് ചേർക്കുന്നത്. മസാലപ്പൊടി നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പോർക്ക് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടികളെല്ലാം.
എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇത് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും, കണ്ടോ? ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പോർക്കിൻ്റെ ആ വേവിച്ച വെള്ളവും പിന്നെ പോർക്കും കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയൊക്കെ ആ പോർക്കിലേക്കൊന്ന് പിടിക്കണം. ഈ കിടന്നൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ കൂർക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ ഓൾറെഡി നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഇച്ചിരി എരിവുള്ളതൊക്കെ നല്ലതാണ്. ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ പോർക്കും കൂർക്കയും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഈ കറിക്ക് നമ്മുടെ ആ കൂർക്കയൊന്ന് നല്ലോണം വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും. നല്ല ടേസ്റ്റാണ് ആ കൂർക്കയും ഇടയ്ക്ക് ആ പോർക്കും കൂടെ കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഗ്രേവി ഒന്നും വേണമെന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ആ കൂർക്കയുടെ പാകം നോക്കി നമ്മളങ്ങ് എടുത്താൽ മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും എല്ലാം മസാലപ്പൊടികളും ഒക്കെ കറക്റ്റാണോന്നൊന്ന് നോക്കണം. കണ്ടോ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഏറെ നേരത്തിന് ശേഷം നമ്മുടെ പോർക്കും കൂർക്കയും തയ്യാറായിട്ടുണ്ട്. ഈ കൂർക്ക വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അതിൻ്റെ ഒരു താമസം മാത്രമേ ഉണ്ടാവൂ. നമ്മളല്ലാതെ വേവിച്ച് ചേർക്കാം. പക്ഷേ ഇതിനകത്ത് കിടന്ന് ആ കൂർക്ക ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കൂർക്ക തന്നെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ? ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർക്കും കൂർക്കയും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.